അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ തിരുവോണ ദിവസമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തിരുവോണത്തിൻ്റെ ആ ഒരു ദിവസത്തിലുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ നമ്മൾ അതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ഒക്കെ ഇന്ന് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലത്തെ പൂടലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ചായ വലാരത്തിൻ്റെ സമയമായി. ഇന്നിപ്പോൾ റോപ്മാവും നേന്ത്രപ്പഴവുമാണ്. നമ്മളിപ്പോൾ ഇന്ന് വെച്ചാൽ വീഡിയോയിൽ എല്ലാം കൂടി ഒന്ന് ചേർത്ത് കാണിച്ചങ്ങനെ ഇന്നത്തെ ആ ഒരു വിശേഷം മൊത്തത്തിൽ കാണിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് രാവിലത്തെ പിന്നെ ഉച്ചഭക്ഷണം എല്ലാം, അതായത് നമ്മളെ തിരുവോണ സദ്യ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ രീതിയിലാണ്. പിന്നെ രാവിലെ എളുപ്പമുള്ളൊരു പലഹാരം കൂടിയാണ്. ഇങ്ങനെ ഉച്ചയ്ക്ക് പിന്നെ കുറച്ച് അധികം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആക്കി. രാവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇനിയിപ്പോൾ തിരുവോണ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ അത് ഒക്കെ തയ്യാറാക്കാം. അപ്പം ഞാൻ അടുക്കളയിലെ കാര്യങ്ങളാണ്. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് സാമ്പാർ, അതുപോലെ പിന്നെ തോരൻ, അതിനുള്ള എല്ലാ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആദ്യം നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് തോരന് അവിടെ നമ്മൾ നുറുക്കി വെക്കുന്നുണ്ട്. കേബേജാണ്. പിന്നെ മത്തണ്ട്. മത്തൻ കൊണ്ടുള്ള ഒരു നമ്മൾ ഓലൻ പോലെ തന്നെ, തേങ്ങാപ്പാൽ ചേർത്തിട്ടൊന്നുമല്ല, എന്നാലും അങ്ങനെ താളിച്ച് വെക്കുന്നുണ്ട്. പിന്നെ അമ്മ അവിടെ പപ്പടം കാച്ചെല്ലായി. അപ്പോൾ നമ്മളിന്ന് എല്ലാം ഓരോന്ന് അങ്ങനെ ആ ഒരു അടുക്കളയിൽ ആ ഒരു വിശേഷങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനിയിപ്പോൾ സാമ്പാറും ഇവിടെ റെഡിയായി. മത്തൻ ഒക്കെ ഇതാ പച്ചമത്തനാണ്, അത് നുറുക്കി കഴിഞ്ഞു. കേബേജ് ഇതാ നമ്മൾ തേങ്ങ ചതച്ചിട്ടല്ല, മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങനെ ഉണ്ടാക്കി തന്നെയാണ്. പിന്നെ മത്തൻ അതും ഇവിടെ ആയി. അപ്പം ഇനി നമുക്ക് എന്താ വെച്ചാൽ ഏറെക്കുറെ എല്ലാം ആയി. നമുക്കിനി പായസത്തിൻ്റെ ഒരു കാര്യമുള്ളൂ. പായസം നമ്മൾ പാലട, ആ ഒരു ഇൻസ്റ്റൻറ്റ് പാലട മിക്സ്, അതാണ് ഇനി അതുണ്ടാക്കാം. പിന്നെ ഇപ്പം ഇന്ന് നമുക്ക് പ്രധാനം നമ്മളെ സ്പെഷ്യൽ തന്നെയാണ് പാലട പായസം. ഇപ്പോൾ മിൽമ ഇൻസ്റ്റൻറ്റ് പാലട പായസമാണ്. ഇത് നല്ല, ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇതാണ് വാങ്ങല്, പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പായസം. പിന്നെ 2 പാക്കറ്റ് മിൽമ പാല് അതിലാണ് ഉണ്ടാക്കുന്നത്. അത് പാല് നമുക്ക് തിളപ്പിക്കുക. പാല് നല്ലപോലെ ഉണ്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതാ ഈ ഒരു പാക്കറ്റ് അത് ചേർക്കാം. 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു പായസം. ഇനിയിപ്പോൾ ഇത് നല്ല പോലെ ഒരു 15 മിനിറ്റോളം വേവിച്ച് നല്ല പോലെ കുറുക്കിയെടുക്കുക. ഇതിപ്പോൾ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ നമുക്ക് നെയ്യിൽ വഴറ്റിയിട്ടൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഊണൊഴുക്കിയായി. നമ്മൾ ഇന്നത്തെ തിരുവോണ സദ്യ വിഭവങ്ങളൊക്കെ ഇവിടെ ഒക്കെ റെഡിയാക്കി. വേലും ഞമ്മയ്ക്ക് കൊടുക്കാം. വറുത്തപ്പേരി, ശർക്കരപ്പേരി, പിന്നെ ഇപ്പം നമുക്ക് പുളിയിഞ്ചി ഉണ്ട്, നാരങ്ങ അച്ചാറ്, കേബേജ് നമ്മൾ ഉപ്പേരിയാക്കി വെച്ചത്, പിന്നെ മത്തൻ, പിന്നെ ഇപ്പോൾ അവിയൽ,
നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് പപ്പടം കാച്ചിയത്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളെ തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങൾ. ഒരു സാധാരണ ഒരു ചെറിയൊരു സദ്യ അങ്ങനെ ഉള്ള വിഭവങ്ങളാണ്. പിന്നെ ഇപ്പോൾ സാമ്പാർ അത് കൊടുക്കാം അമ്മയ്ക്ക്. ഏതായാലും ഞങ്ങൾ തിരുവോണ സദ്യ ഊണ് കഴിഞ്ഞ് ഏതായാലും നമുക്ക് പായസം. മനസ്സിലേ അപ്പോൾ ഏതായാലും തിരുവോണ സദ്യ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയായി. അപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഞാനും അമ്മയും ഇവിടെ ഉണ്ട്. ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയൂണൊക്കെ കഴിഞ്ഞ്, അതായത് തിരുവോണത്തിൻ്റെ സദ്യ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ, അതായത് നമ്മളെ കുടുംബത്തിലുള്ള അതുപോലെ പെങ്ങന്മാരെ വീട്ടിലും, ഇപ്പോൾ പെങ്ങളെ വീട്ടിൽ കുടുംബത്തിലുള്ള മറ്റ് വീടുകൾ സൗഹൃദ ആയിട്ടുള്ള നമ്മളെ സുഹൃത്തുക്കളെ ഒക്കെ അങ്ങനെയൊക്കെയുള്ള വീടുകളിലൊക്കെ ഇന്ന് ഒരു വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഒക്കെ പോയി. അങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് ഏകദേശം കുറേ വർഷങ്ങളായിട്ടുള്ള ശീലമാണ്. പിന്നെ അങ്ങനെ ഇവിടെ അല്ല ഞങ്ങളങ്ങനെ പോകലാണ്. അപ്പൊ അമ്മയ്ക്ക് ഇടയ്ക്കൊന്നൊരു യാത്രയായി, കാരണം എപ്പോഴെങ്കിലും ഒക്കെ അല്ലേ ഉള്ളൂ അമ്മയ്ക്ക് അങ്ങനെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലാണ് ഞങ്ങളെ തിരുവോണത്തിന്റെ കാര്യങ്ങൾ. ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾക്ക് അങ്ങനെ. നമുക്കിപ്പോ ഇന്നും ഇവിടെ വീഡിയോ ചെയ്യാനുള്ളത് കൊണ്ട് അങ്ങനെ ഇവിടെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ യാത്രകളൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്. അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ മറ്റെന്തെങ്കിലും ഒരു ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നിപ്പോ ഒരു ഒഴിവാണല്ലോ, ഒരു ലീവ് തന്നെയാണ് നമുക്ക്. പിന്നെ വീഡിയോന്റെ കാര്യമായതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ അത് ചിത്രീകരിച്ചു. അത് കഴിഞ്ഞ് ആണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ആണ് ഞങ്ങൾ ഇനി ഒന്ന് ഫ്രീ ആവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളെ തിരുവോണാശംസകൾ നേരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണാം.